ബ്രോ ബ്രോ എങ്ങോട്ട് ബ്രോ ഗാർഡ് സൂപ്പർ ഗാർഡ് പേര് മാത്രം വായിക്കാൻ വയ്യ. ഇതാണ് ബാഹുബലിക്കകത്ത് അഭിനയിച്ച മറ്റേത് ധീര 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 അപ്പുറത്തുള്ള. ഓക്കെ ഇത് നമ്മളുടെ സതീശനല്ലേ. അപ്പൊ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് നമ്മള് കൊടൈക്കനാൽ പോവാൻ പോവാണ്. അപ്പൊ അതിന്റെ തുടക്കമാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മോത്തല അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവിടുന്ന് നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് നമ്മള് ഈ പറഞ്ഞ കൊടൈക്കനാലിലേക്ക് പോകാൻ. അപ്പം പൊളിക്കുകയാണ്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം. നമ്മളാണ് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഗ്യാസ് പോയിട്ടേ ഉള്ളൂ, ഇറങ്ങുന്നേ ഉള്ളൂ. ഇനിയാണ് പരിപാടി. കണ്ണൂർ പമ്പിലുള്ള അഴിച്ചാട്ടാണ് ഗ്യാസ് കടടിയത്. വേറെ റേഞ്ച് അവിടെ കൊടൈക്കനാൽ ഇവിടെ തന്നെയാണ്. കൊടൈക്കനാൽ സമയത്ത് എന്താവും അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള റോഡിന്റെ അരികിലൂടെയാണ് നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാമിന്റെ കണക്റ്റിംഗ് പോയിലാണ്. ഇത്രയും നല്ല കാഴ്ചകൾ കിടക്കുമ്പോഴത്തേക്ക് ഇരുന്ന് ഉറങ്ങുന്ന ഒരാളെ കാണിച്ചത്. നല്ല കാഴ്ചകളൊക്കെ വരുമ്പോഴത്തേക്കായിരുന്നു അപ്പോഴും അടിപൊളി വഴി കാഴ്ച. ഗൈസ് നമ്മൾ തമിഴ്നാട്ടിന്റെ ബോർഡർ കടന്ന് നമ്മളവിടെ നിൽക്കുവാണ് അല്ലേടാ. ഇവിടെ അകത്ത് എന്താ അനുഭവം ഉണ്ടായത്? എന്റെ ചെറുക്കനെ ഇറക്കി വിട്ടു അവിടുന്ന്. ചുമ്മാ അവിടെ നിന്നാണ് പല്ല് വെച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മള് KSRTC ബസ് സ്റ്റാൻഡ് കണക്കല്ല, തമിഴ്നാടിന്റെ ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട്സായിട്ട് കൊടൈക്കനാലായിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മളെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഇവിടെ റെസ്റ്റ് റൂമിലേക്ക് ഒന്ന് കയറാൻ ഒരു അനുവാദം ചോദിച്ചപ്പോഴത്തേക്ക് അവിടേക്ക് പ്രവേശനം ഇല്ലെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അതേണക്ക് നമ്മളെ കേരളത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു അവസ്ഥയല്ല വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ അവിടുന്ന് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേ നമുക്ക് പ്രവേശനങ്ങളും കാര്യങ്ങളും അവർ തരുന്നില്ല. അപ്പം ഇതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഈ തമിഴൊന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് സ്റ്റേഷൻ കേട്ടോ. ഗൈസ് നമ്മൾ കണ്ടപ്പോൾ കഴിക്കാൻ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മൾ പെരിയകുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഈ ഒരു ഹോട്ടലാണ് നമ്മൾ എല്ലാവരും കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. ഓക്കെ, അടിപൊളി ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു നൈസ് ഹോട്ടലാണ് കേട്ടോ. നമ്മൾ അവിടെ എല്ലാവരും കഴിക്കാനുള്ള ഓർഡറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെന്താ ഓർഡർ ചെയ്തത്? ഞാൻ പൂരി 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 ഞാൻ മാത്രം പറഞ്ഞില്ല കേട്ടോ. പോയി മസാല ദോശ എന്താ ഓർഡർ ചെയ്തത്? പൊങ്കല് പൊങ്കല് എല്ലാവരും പൂരി പൂരി പൂരി
എന്താ ഓർഡർ ചെയ്യാം? മസാല ദോശ. പ്ലെയിൻ ദോശ. സാധനം വെയിറ്റിയാണ്. വട കൊണ്ടുവരുന്നത് ഒരു വട പോതും. பெரிய வடை பெரிய வடை சாப்பிடு தம்பி. பெரிய வடை சூப்பர். வாய் வைக்கிறதுக்கு முன்னாடி சூப்பர். எப்படி இருக்கு? സൂപ്പർ. ഗൈസ് നമ്മളെ മസാല ദോശ നോക്കാൻ വന്നിരിക്കുകയാണ്. തമിഴ്നാട് സ്റ്റൈൽ മസാല ദോശയാണ് കേട്ടോ. ചൂടാണ്. സാമ്പാറൊക്കെ ഒഴിച്ച് ഊത്തിക്കും എല്ലാം ഊത്തിക്കും. ചമ്മന്തി പൊളുതാണ്. ഇങ്ങനെ യാത്രയ്ക്ക് നടുവിൽ കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഓ പാണ്ടിച്ചി സാധനം എടുത്താ. സാഹസികമായ ഡ്രൈവിംഗ്. ഇന്നലെ രാത്രി 9 എത്ര ഒരു 10 മണി ലൈവ് ഇട്ടേക്കാണോ നീ? എത്ര പോ? 12 മണി. 12 കൊടൈക്കനാൽ എത്തിക്കാത്ത ഡ്രൈവറാണ്. PSC ചോദ്യം. നമ്മളങ്ങനെ കൊടൈക്കനാലിലേക്ക് കയറുന്ന ആ ടോൾ പാസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റിക്കോളും, എന്നാലേ അകത്തോട്ട് കയറ്റത്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലായിടത്തും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാത്തിരിപ്പിനൊടുവിൽ കൊടൈക്കനാൽ എത്താൻ പോവുകയാണ്. ഹാപ്പിയാണോ? 9 മണി കയറി. ഓ മൈ ഗോഡ്. സൂക്ഷിച്ചു നോക്കാം. നല്ല കൊച്ചി സുന്ദരി കുട്ടി. 80 രൂപ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മള് ചെക്ക് പോസ്റ്റ് താണ്ടി കൊടൈക്കനാലിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്.
കൊള്ളാം ഗൈസ്. വന്നാ കയറിയപ്പോ തന്നെ ഈ ഉള്ള ഈ ഗൈസ് നമ്മൾ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് ഫ്രണ്ടിലോട്ട് കാണുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി വാട്ടർഫാൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് കൊടൈക്കനാലിന്റെ ഫസ്റ്റ് നമ്മൾ കണ്ടൊരു സ്ഥലം. നമ്മളവിടെ ഈ വാട്ടർഫാൾസ് കണ്ടിട്ട് അടുത്തടുത്തിട്ട് പോവാണ്. ഹബീബി കം ടു കൊടൈക്കനാൽ. ഒരു രക്ഷയില്ലല്ലേ. ഒരു ഈ വ്യൂ നോക്കുമ്പോൾ ഫുൾ വീടുകളുടെ ഒരു നമ്മൾ വന്ന വഴി കണ്ട് അത് കാണാനായിട്ട് പറ്റും. റേഞ്ച് വ്യൂ ഇല്ലേ? കൊള്ളല്ലേ? ഇഷ്ടപ്പെട്ടോടെ? നമ്മളെ വണ്ടി നടക്കുന്ന കേട്ടോ. എന്താ പറയാണ്ട് സ്തുതി? സ്തുതിയാണ് ഇപ്പൊ ഈ ഷൂട്ടിലൊക്കെ എടുത്ത സ്തുതിയാണ്. വാട്ടർഫോൾ നല്ല തണുപ്പുണ്ട്. പറഞ്ഞല്ല ഈ കിളിയായിട്ട് നമ്മളെ കൂടെ നിന്ന് നമ്മളെ കൂടെ വന്ന കിളിയല്ല, വേറെ വെകിളിയാണ്. കുറച്ചുകൂടെ കഴിയണല്ലേ? നാളെ വിളിക്കണം. അല്ല സന്ധ്യയൊക്കെ ആകുമ്പോഴും തണുപ്പുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്ന് നല്ല ദൂരം പോകണം. നല്ല ദൂരം പോകണം. ഇല്ല ഇങ്ങനെ പക്കത്തിലാണ്. ഓക്കെ. നമ്മൾ വന്ന വണ്ടി കാണാം. നമ്മളെ ഗൈസ് നമ്മൾ വേണ്ട ഇവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ ഇവിടുന്ന് റൂം അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ബ്രോയുടെ വണ്ടിക്കകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളമല്ല, അവിടെ കുഴപ്പമില്ല, റിവേഴ്സ് അടിക്കാം അല്ലേ? തെറ്റി അടിച്ചു തരരുത് ദൈവത്തോർത്ത്. ஒண்ணுமே சாப்பிடல ப்ரோ, பசிக்குது. ഇതാണ് നമ്മുടെ വീട്. വില്ലയിലേക്ക് പോവാണ്. നമ്മള് കണ്ണി കൊതിച്ച വില്ല ആണ്. പക്ഷെ നമ്മള് കാണാൻ പോകുന്ന വില്ല വേറെ നോക്കണം. വൈഭാഗം ഇവിടെയാണ് നമ്മള് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഓ ഫുൾ തണുപ്പാണ്. കയറി വരുന്ന ഹാളാണ് കേട്ടോ അത്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഓക്കെ. ഓയ് ഞാൻ വെച്ച് കൊടുത്ത ഓ മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ. താഴെയൊക്കെ തണുത്ത് വിറച്ചിരിക്കുന്നു ഗൈസ്. ആ കൊള്ളാം കേട്ടോ. കാലൊക്കെ തണുക്കുന്ന കേട്ടോ. ടൈൽസിന്റെ വേളി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എന്തായാലും, അത് ഉറപ്പാണ്. സെറ്റ് സെറ്റ് ഫുള്ള് തണുപ്പാണ് ഗൈസ് അല്ലേ? തണുപ്പ് എങ്ങനെയുണ്ട് അച്ഛാ? റൂം എങ്ങനെയുണ്ട്? കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലേ? നല്ല തണുപ്പ്, നല്ല തണുപ്പ്. എങ്ങനെയുണ്ട്? അത്യുഗ്രം തണുപ്പ്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്, സൂപ്പർ തണുപ്പ്. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആണ് കറക്റ്റ് കാർട്ടൺ ലേക്ക്, കൊടൈക്കനാൽ കാർട്ടൺ ലേക്ക് എന്നാട്ടോ പേര്. അടിപൊളിയാട്ടോ. ബോട്ടിങ്
മറ്റേ ആളൊക്കെ നമുക്ക് കുതിര സവാരിയൊക്കെ ചെയ്യാൻ പറ്റും. ആണ്ടാ സൈക്കിൾ സവാരി ഉണ്ട്, കുതിര സവാരി ഉണ്ട്. എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ആണ്ടാ അതുകൊണ്ട് ഓരോ ഫാമിലീസൊക്കെ ഇങ്ങനെ ബോട്ടിങ് ഒക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ദൂരമാണ് കേട്ടോ. നമ്മളും ബോട്ടിങ്ങിലേക്ക് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാനായിട്ട്. ബാഹുബലിക്കകത്ത് അഭിനയിച്ച കുതിരയാണിത്, മറ്റേ ധീര സിനിമയ്ക്കകത്ത് അഭിനയിച്ച കുതിരയാണ്. അണ്ണാ ഇതാണ് ബാഹുബലിക്കകത്ത് അഭിനയിച്ച, മറ്റേ ധീര 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 അപ്പുറത്തുള്ള. ഓക്കെ, ഇത് നമ്മളുടെ സതീശാണെന്ന് പറഞ്ഞില്ലേ? ഒരു രക്ഷകത്തല്ലേ നമ്മള് ബോട്ടിൽ കയറാൻ പോവാണ്. ബൊട്ടാണിക്കോ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ചുമ്മാറാണ് ബോട്ടാന്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതാണ് എന്റെ എൻട്രി. ഇതല്ല എൻട്രി ഇതല്ല. ഓ ശിവൻ, നമ്മള് പൊളിച്ചോണ്ടിരിക്കാം. ഇത് ഇൻട്രാഷണൽ നമ്മുടെ കെനിയൻ അനുവാണിത്, ഇത് ആഫ്രിക്കൻ അനുവ്, ഞാൻ ഇന്ത്യൻ കുട്ടൻ. ഇതാണ് ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്താനുള്ളത്. ആരെങ്കിലും സിംഗിൾ കേസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ജീവിതം വലിയ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേരള ഓക്കെ ടിക്കറ്റ് എടുക്കുകയാണ്. ചാറ് എത്ര? ബോട്ടിന് 400 രൂപ 200 രൂപ അഡ്വാൻസ് അവര് തിരിച്ചു തരും. അല്ല 400 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ 200 റീഫണ്ട് ചെയ്ത്. ഞാനും ആശാനും രണ്ടിന്റെ ബോട്ടിൽ യാത്ര തുടങ്ങും. നമ്മൾ ഇന്നത്തെ പരിപാടി ബോട്ടിനകത്ത് കയറി പോകാൻ യാത്ര തുടങ്ങി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഓ മൈ ഗുഡ്നസ്, ടിക്കറ്റ് റേറ്റ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. സീറ്റ് ഇങ്ങനെ കാണിക്കും. അപ്പോ നമ്മളെ ഇന്നത്തെ പരിപാടി ബോട്ട് സവാരി. അടിച്ചു കയറി വാ. റെഡിയാണോ? നമ്മൾ വേണ്ട ടിക്കറ്റ് കിട്ടില്ല. ടിക്കറ്റ് ഭയങ്കര പരിതാപാവസ്ഥയിലാണ്. നമ്മൾ ആ പൊക്കൊണ്ട് പോവാം. എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ടില്ലേ? അവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബുക്ക് ചെയ്യാൻ പോകുന്ന 4 സീറ്റിന്റെ ആണ്. എന്ന് പറഞ്ഞാൽ 4 പേർക്ക് പോവാം. മൊത്തം 600 രൂപ ഫസ്റ്റ് നമ്മൾ കൊടുക്കണം, 300 രൂപ തിരിച്ച് റീഫണ്ട് ചെയ്യും. ഓക്കെ, സംഭവം കൊള്ളാല്ലേ? സംഭവം കൊള്ളാം. നോക്കിയിട്ട് വരുന്നുണ്ട് അവര്. നമുക്ക് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് നോക്കിയിട്ട്? എങ്ങനെയുണ്ട് മുന്നിൽ നോക്കിയിട്ട് അവർ നമ്മളങ്ങോട്ട് കടത്തി വിടുന്നില്ല ഗൈസ്. ടിക്കറ്റ് എടുക്കുന്നവരെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ബ്ലോക്കാണ് ഗൈസ്. നമ്മളെ പോലുള്ള ഇത്രയും നല്ല സമൂഹത്തിൽ ഉയർന്ന ഓ നമ്മുടെ പിള്ളേരല്ല, നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ആശാനെ അവര് പോവാണ് കേട്ടോ. നമ്മുടെ ആശാന്റെ കയറാണ്. ആശാൻ കയറിയിട്ടുണ്ട്. കോൾ ചെയ്താണ് പേടിപ്പിച്ചോ. എടാ നീ പേട്
നക്കിയും നമ്മളുടെ ആശാനുമാണ്. നോക്കിയത് 400 രൂപ പോകുന്നില്ല, അഡീഷണൽ പൈസ കൊടുക്കണം ഓരോ മണിക്കൂർ കഴിയുമ്പോ. അഡീഷണൽ ചാർജ് 400 രൂപ നിൽക്കുന്നത് മേടിക്കും. അവര് പറഞ്ഞത് അരമണിക്കൂറിനുണ്ടായിരുന്നു 200 തിരിച്ചു തരും. പക്ഷെ അരമണിക്കൂർ നമ്മൾ മേടിക്കില്ല. അങ്ങനല്ല, ചാർജ് എന്ന് പറഞ്ഞ വേറെ ഇതുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കി. കൃഷ്ണ 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 രാധേവാപുര അതായിട്ട് അടിയിലുണ്ട്. ഇവരെ പിടിച്ചത് മുടിയാണ്. ഇന്നൊന്നും അടക്കത്തില്ല. ഇതൊന്നും വരത്തില്ല. ഞങ്ങള് പോവാന്ന് കേട്ടാ. 2:53. വീഡിയോ എടുക്കുന്നത് ലിവർ തിരിക്കാൻ പറഞ്ഞത് ഓരോ കിടച്ചാച്ചി നീ എന്റെ പൊക്കെ പോ. അനന്ത മാം കാരണം താങ്ക് യു സോ മച്ച്. ഓക്കെ നൈസ് ജാക്കറ്റ് എടുക്കോ ഓടുന്നോ. തമ്പി മയിൽ വാഹനോ ഞങ്ങളെല്ലാം റെഡിയാണ് ഗൈസ് അല്ലേ? ഗൈസ് നമ്മളിതാ നടന്ന് നീങ്ങിയാണ് ഗൈസ്. അടിവെച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. മൊത്തം കുലുങ്ങുന്നുണ്ട് ഇവിടെ. മൊത്തം കുലുങ്ങ. അയ്യോ അയ്യോ എന്നെ കുട്ടുപോലെ. അയ്യോ എടാ ഇങ്ങോട്ടാ. നമ്മളെ ബോട്ടിലുള്ള ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കാൻ പറ്റുമോ? ഫോണെല്ലാം പിടിച്ചോണ്ട് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തിരിഞ്ഞു പറഞ്ഞിരിക്കാന്നാ. வாட்டர் ஃபவுண்டன் உண்டா வெள்ளத்துல போய் நலைய கூடாது. வேற ரைட் லெஃப்ட் சைடு റൈറ്റ് വെച്ച് 2:59 ചവിട്ടി ഒരു പരുവായി ഗൈസ്. ഗുഡ് നൈറ്റ്. ഈ പാത്ത് വെള്ളത്തിലൂടെ വേറെ പറക്കുന്നു. എന്റെ പൊന്നു മക്കളെ, ഞങ്ങളെ വണ്ടിക്ക് മിക്ക പോറുവാ.
സ്ഥലത്തോട്ട് വെക്കടാ, നമ്മളുണ്ടോ മോനെ, നീ വിടാ മോനെ, പറപ്പിക്കടാ. എടുത്തോട്ട് അയ്യോ, ഒരു ആക്സിഡന്റ് ഇല്ല വരുന്നത്, ടൈറ്റാനിക് അത് വളഞ്ഞില്ല. ഇരുവാ ദൈവമേ, നടുക്കത്തിട്ട് അഞ്ഞു നേരോട്ട് അമ്മറോട് ചിട്ടില്ല. കൊള്ളാല്ലേ, നമ്മളിനി കരയ്ക്ക് കൊടുക്കത്തില്ല. ഹായ് 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 ആരാറിയ അടിച്ചോറ അടിച്ചോറ നമ്മളെ സെൽഫി ഇടറേ. അവൻ പറ്റിച്ചേ, നമുക്ക് ഓയിലില്ലാത്ത അരിപ്പിടുന്നില്ല. അണ്ണാ അണ്ണാ വലത്തോയി 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 അവരങ്ങോട്ടോ, അവരെന്നാലും ഇങ്ങനെ വളഞ്ഞു വരും. വലത്തോട്ട് വിടാ, നീ ഇടത്തോട്ട് പോന്ന്. ദൈവമേ, അണ്ണാ കീറി ഇരിക്കെങ്കിൽ എന്റെ ഇടത്തൊക്കെ എന്റെ ഇരിക്കല്ലോ, ഇതിനടുത്തൊരു പോലെ വെള്ളമാണ് നനഞ്ഞാ മതി. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോവില്ലേ, നമുക്ക് ഡ്രസ് നനഞ്ഞു പോകുന്നു. ഇങ്ങോട്ടാണ് വണ്ടി പോകുന്നത്. മഴ പെയ്യുന്നോട് ഗൈസ്, പള്ളിയോടം ഞാൻ ചവിട്ടുന്നുണ്ടോ, ഇവനാണോ പറഞ്ഞത്? ഞാൻ ചവിട്ടുന്നുണ്ട്. ഞാനൊക്കെ മോനെ കൊണ്ട് ചിരിക്കല്ലേ. അയ്യോ, ആക്സിഡന്റ് പോയേ. ചവിട്ടേ റെഡിയാ ഫോട്ടോ ഫോട്ടോ അവരെ പറഞ്ഞോട്ടെ നാക്കി നോക്കടാ. ഇഞ്ചിമ നമ്മക്കൊരു അത് ചവിട്ടുണ്ടോ, ചവിട്ടണം, പക്ഷേ പവർ ഉണ്ടെന്നു. അങ്ങോട്ടില്ല അടിച്ചു വിടാ, കളക്കി വിടാ, തള്ളി വിടാ. അങ്ങോട്ട് പോവാ, അങ്ങോട്ടാ അങ്ങോട്ട് റൈസ്. നമ്മള് കണ്ട ഹൗസ് ബോട്ടിൽ, ഹൗസ് ബോട്ടിൽ ബോട്ടിനകത്ത് കയറിതാ പോവാണേ. ഉണ്ടോ ഏയ് പൊളി പൊളി. ഓ കുട്ടനാടൻ പുഞ്ചയിലെ ചിത്തൈതകതേതോ കൊച്ചുവണ്ണ കുയിലാ ഇത്തിത്താരോ ചെയ്തോ. എന്റെ പൊന്നുമക്കളെ കൊടൈക്കനാലിൽ വന്നിട്ടാ, അയ്യോ ഈ ലേക്ക് ഇങ്ങനെ കാലുകൊണ്ട് തോന്നുകയാണ്, കാലുകൊണ്ട് കിടച്ച് കിടച്ച് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമ്മൾ തോന്നിയിരിക്കുകയാണ്. ഇല്ല എങ്ങനെയുണ്ട് റൗണ്ടേനാ? അങ്ങോട്ടോ ഞങ്ങൾ ഫ്രണ്ട് പോവാ. ഇവിടോ കേറണ്ടേ? ആ ഗ്യാപ് കിട്ടിയോ? എടുത്തോ സ്ലോ മോഷൻ. കുട്ടനാടൻ പുഞ്ചയിതോ കൊച്ചു വന്ന കുയിലാളെ തിത്തിത്താരാ ചെയ്തോ കുരവേളം. ഓ തകതേ തകതേ തകതേ. മോനെ മക്കളെ വൈ കൊടൈക്കനാൽ ലേക്കിലാണ് വന്നേക്കുന്നത്. നമ്മളെല്ലാരും എന്റെ ടീംസ് എല്ലാരും ഉണ്ട്. പൊളിച്ചാലേ പൊളിക്കാലേ.
നടന്നോട് ഗായ്സ് അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്ത ഗാർഡൻ ഏത് രാസന ഫ്ലവർ ഗാർഡൻ ഒരുപാട് സൗണ്ട് ഒരുപാട് തരത്തിലുള്ള തോക്കുകളുള്ളത് ഇതാ വെടിവെക്കാനായി പോകുന്നത് പട്ടാളം എന്നെ തലമുറ വെച്ചല്ല ഷൂട്ട് പണില്ലടാ പലയിടങ്ങളിൽ പോയി വെടിവെച്ച് നടക്കുകയും മുഴക്കുകയും ചെന്ന രാഹുൽ വെടിവെപ്പാണ് എന്റെ മെയിൻ എന്താണാവോ അടുത്ത വെടിവെപ്പ് ശംഭു ജീനി വെടിവെക്കുന്ന ഏതേലും ഒന്നും പൊട്ടിയില്ല ശംഭു ഇതാ ബിനു വെടിവെക്കാൻ അറിയാവുന്ന ബിനു ടോറസ് കണ്ണൻ മാറിയോ കണ്ണാണോ ഇതെന്തോ താഴെ താഴെ കൈ മാറാ കണ്ണ് ഏതിലാണോ നോക്കിയത് കണ്ണനും ഒപ്പം കളഞ്ഞു പട്ടാളം ഇത് പൊട്ടിച്ചാൽ നിന്റെ നീ ഈ നീല പൊട്ടിക്കുകയാണെങ്കിൽ 1000 രൂപ അങ്ങോട്ട് പൊട്ടിക്കണ വെടിവെക്കാരത്തിന് പ്രായമായെന്ന് വെടിവെച്ചില്ല ഒരുപാട് പ്രായമായി ആശാന് അടുത്തതാണ്ട ശിവൻകുട്ടിയുടെ മൂത്തവൻ എങ്ങോട്ടില്ല എന്റെ പൊന്നെ യുവർ നെയിം പ്ലീസ് മാൻ ബാബു അടുത്തിരിക്കുന്ന മാറി നിൽക്കുക നമ്മളെ ഉള്ള പിന്നെ ഏതെങ്കിലും വെള്ളി കൊണ്ടുവന്ന് തന്നുണ്ട് ഏതെങ്കിലും കൊണ്ടുവന്ന് തന്നുണ്ട് കൊണ്ടുവന്നുണ്ട് ഏത് വേണ്ടത് കൊണ്ടില്ല ഷൂ ചുക്കി ഈ വെടി സെന്റർ വരും
സെന്റർ വരും സെന്റർ വരും അല്ലെങ്കിൽ നീ വരും മേടിക്കാരനല്ല കൊണ്ട് കൊണ്ടില്ല മേളിലാവണ്ട കൊല്ലംകാരുണ്ടോ 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 സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ ഓ ആരുടെ കുതിര കഴിക്കുന്നത് സാധനം കയ്യിലുണ്ടോ കൊല്ലംകാരുണ്ട് മഴ കൊല്ലംകാരുണ്ടോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ